അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി മയിൽ കറി. മയിലിന് നമ്മൾ കറി വെക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് ദുബായിലാണ് കേട്ടോ. ഇത് നമ്മുടെ നാട്ടിൽ ഇതിനെ തൊടുക, ഇതിനെ പിടിക്കുക, വളർത്തുക, ഇതിന് വീഡിയോ ഷൂട്ട് ചെയ്യുക, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ പോലും എടുക്കാൻ പാടില്ല. അപ്പോൾ ദുബായിൽ നമുക്കിത് വാങ്ങിക്കാം. ഇത് നമ്മൾ കുറച്ച് പൈസ കൊടുത്തു അല്ലേ? ഏകദേശം 1000 ദിർഹം. ഇവിടുത്തെ 1000 ദിർഹം പറഞ്ഞാൽ 20,000 രൂപയല്ലേ? ഇത് കൊച്ചുമയിലാണ്. കൊച്ചുമയിലാണ്. ഇത് കുഞ്ഞാണ്. ഇതാണ്ട വല്ല ഇതിന് പാല് ഇടയ്ക്ക് പൊഴിഞ്ഞു പോയിട്ട് വീണ്ടും കിളിച്ചു വരുന്നതാണ്. അപ്പൊ ശരിക്കും നമുക്ക് ഗ്രിൽ ചെയ്യണം, കറി വെക്കാം. അതാണ് ബെറ്റർ അല്ലേ? അപ്പൊ മയിൽ കറി കൊണ്ടാണല്ലോ നമ്മൾ വന്നത്. പിന്നെ നമ്മൾ ഗ്രിൽ ചെയ്യുന്നത് മോശമാണ്. അപ്പൊ കാണാൻ ഭംഗിയാണ്. നമുക്ക് ചൂട്ടയൊക്കെ നോക്കിയാൽ മഴവില് പോലത്തെ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് വന്ന മയിലല്ല കേട്ടോ. അത് ഇത് ഓസ്ട്രേലിയയിൽ നിന്ന് വരുന്ന മയിലാണ്. ഒരുപാട് രാജ്യത്ത് മയിലുണ്ടല്ലോ. മയിലുണ്ട് ഒരുപാട്. എല്ലാ രാജ്യത്തുണ്ടല്ലോ. ഇവിടെ അലൗഡാണ് കേട്ടോ. ഇവിടെ നമുക്കിത് ശരിക്കും ലീഗലായിട്ട് ഇതിനെ കൊണ്ടുപോയിട്ട് നമുക്ക് അറുക്കാൻ പറ്റും. അതിനുള്ള സ്ഥലമുണ്ട്. അറുത്ത് അവർ റെഡിയാക്കി നമുക്ക് തരും. അപ്പോൾ ഇത് നമ്മൾ എന്തായാലും നല്ല അടിപൊളിയായിട്ട് കറി വെച്ച് കഴിക്കാനുള്ള പരിപാടിയാണ്. അപ്പം നാട്ടിൽ ഈ പ്രവർത്തി ആരും ചെയ്യരുത്. ഒരുപാട് വർഷം നമ്മൾ അകത്ത് കിടക്കേണ്ടി വരും. ഫോട്ടോ പോലും എടുക്കാം. അതെ, ഇതിന് സ്വൈര ജീവിതം നശിപ്പിക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. ഇപ്പൊ നമ്മൾ ഈ കയർ അവർ കെട്ടിത്തന്നാണ്. അത് പറക്കാതിരിക്കും. ഇത് പിടിച്ചാൽ പോകണമെന്നില്ല. വളർത്തുന്നതാണ്. അപ്പോൾ ഇതുപോലെ നിറയെ മയില് നമ്മൾ പോയ മാർക്കറ്റിലുണ്ട്. അതെ, അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ടതാണ്. കാരണം നമ്മുടെ ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു മയിലാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അങ്ങനെ ഇതിന് വാങ്ങിച്ചിട്ട് വന്നതാണ്. ഒരു പാവപ്പെട്ട ജീവിയാണ്. ഇതിന്റെ കൊക്കൊക്കെ നോക്കിയാൽ ഉപദ്രവിക്കുന്നതും കൊത്തതൊന്നുമില്ല. ഒന്നുമില്ല. ഉപദ്രവിക്കലോ കൊത്തലൊന്നുമില്ല. പക്ഷെ ഇത് മറ്റ് പാമ്പ് സാധനത്തിനൊക്കെ പിടിക്കും. മറ്റുള്ള ജീവികളൊക്കെ. അതെ, ഇതൊക്കെ പുല്ല് തിന്ന് വളരുന്ന ഒരു സാധനമാണ്. അപ്പൊ നമുക്കിത് നല്ല അടിപൊളിയായിട്ട് കറി വെക്കാം. ആദ്യം ഇതുണ്ടല്ലോ, ഇതിനെ നമുക്ക് നേരെയാക്കി ഇതിന്റെ തൊപ്പയൊക്കെ പറിക്കണം. അപ്പൊ കുറച്ച് ചൂടുവെള്ളമൊക്കെ വെക്കണം. നമുക്ക് ചൂടുവെള്ളത്തിലിട്ടിട്ട് നമുക്ക് റെഡിയാക്കാം. അപ്പൊ നല്ല അടിപൊളിയായിട്ട് മയിലിൽ എങ്ങനെ കറി വെക്കണമെന്ന് നിങ്ങൾ കണ്ടോളെ. നമുക്ക് ആദ്യം ഒരു അടുപ്പ് സെറ്റ് ചെയ്യണം. ചൂടുവെള്ളം ഒന്ന് കാച്ചെടുക്കാനായിട്ട് അല്ലേ? അവിടെ ഇരിക്കട്ടെ. മണലിൽ കൂടെ വണ്ടി നീങ്ങില്ലട്ടാ. കംപ്ലീറ്റ് മരുഭൂമിയാണ്. മരുഭൂമിയിൽ പോയി വിറകുണ്ടാക്കി വന്നതാണ് നമ്മൾ. അപ്പൊ ഇതൊക്കെ എടുത്ത് വെച്ച് നമുക്ക് ആദ്യം ഇതിനെ കത്തിച്ചെടുക്കണം അല്ലേ? നമ്മുടെ അടുത്ത് കർപ്പൂരം കേട്ടാ. ഇപ്പൊ നമ്മൾ കത്തിക്കാൻ വേണ്ടി പോകുന്നത് ഇതൊക്കെയാണ്. ഇവിടെ ഈന്തപ്പന്റെ പോലെയൊക്കെയാണ് മട്ടലും. അതെ, കർപ്പൂരം ഇവിടെ കിട്ടാൻ വഴിയില്ല. അങ്ങനെ നമ്മൾ ഈന്തപ്പന്റെ ഓലയിലാണെന്ന് അടുപ്പ് കത്തിക്കുന്നത്. കർപ്പൂരം ഇവിടെ കിട്ടാൻ വഴിയില്ല. ഞങ്ങൾ അന്വേഷിച്ചില്ല അല്ലേ? കിട്ടുമായിരിക്കും. അല്ല, ഇവിടെ പിന്നെ ഉണങ്ങിയ ഉണങ്ങിയ ഇതായതുകൊണ്ട് പിടിക്കും. ഇത് പിടിക്കണമല്ലോ അല്ലേ? നല്ല ഉണങ്ങിയ പറയാണ്ട പെട്ടെന്ന് പിടിക്കും. ഉണങ്ങിയ വെയില്, മരുഭൂമിയിലെ വെയില് മൊത്തം ചുള്ളലൊക്കെ ഇട്ട് കൊടുത്തത് കത്തിക്കോളാം. നമുക്കിത് വട്ട വെച്ച് കൊടുക്കാം. കുറച്ച് ചുടുവെള്ളം കാച്ചാണ്ടതിൽ ഒഴിച്ചോളെ. നല്ല കത്താത്ത വേലിപ്പോ അല്ലേ? അതാണ് മരുഭൂമിയിൽ പറയുന്നത്. വെയിലത്തിന്ന് ഉണങ്ങിയതിന്റെ പരിപ്പ്. അപ്പൊ ഇനി ഈ വെള്ളം ഒന്ന് നല്ല പോലെ തിളയ്ക്കണം. തിളച്ചിട്ട് വേണം നമുക്ക് അടുത്ത പരിപാടികൾ ചെയ്യാനായിട്ട്. വെള്ളം നല്ല പോലെ തിളയ്ക്കണം. ഇതിപ്പോ ആവൂലേ? ഇപ്പോ ഒരു 5 മിനിറ്റ് കൊണ്ട് തിളയ്ക്കും. 5 മിനിറ്റ് കൊണ്ട് തിളയ്ക്കും. അപ്പൊ നമ്മുടെ വെള്ളമൊക്കെ നല്ല പോലെ ചൂടായിട്ടുണ്ട്. ഇതെങ്ങനെ വെള്ളത്തിൽ ഇട്ടതാ എന്ത് ചെയ്യണത്? വെള്ളം ചൂടായിട്ട് അങ്ങനെ മുക്കാല്ലേ? അങ്ങനെ മുക്കണോ? അതൊക്കെ അറുത്തിട്ട് മുക്കിയാ മതിയാ? അതാണ് ഞാൻ ഇപ്പൊ ആലോചിക്കുന്നത്. അങ്ങനെ മുക്കിയാൽ നന്നായിരിക്കും. അത് വേണ്ട, അതെ, അറുത്തിട്ട് മുക്കാം. ഇപ്പൊ നിങ്ങള് വിചാരിക്കണ്ടാവും അല്ലേ, നമ്മളീ മയിലുമായി കറി വെക്കാൻ പോണെന്ന്. ഒരിക്കലും ഞങ്ങളത് ചെയ്യില്ല. ഞങ്ങളുടെ ദേശീയ പക്ഷിയാണ്. ഇതിന് ചന്തക്കടകൾ ചെയ്യാൻ തോന്നുന്നു. വളരെ ക്യൂട്ടായിട്ട്. ഇത് തിന്നാൻ പാടില്ല. ശരിക്കും മയില് പറഞ്ഞത് കഴിക്കാനുള്ള സാധനമല്ല. അത് മനസ്സിലായ ഭക്ഷിക്കാനുള്ളൊരു സംഭവമല്ല. മാത്രമല്ല നമ്മളെ ദേശീയ പക്ഷി. അതെ, നമ്മുടെ ദേശീയ പക്ഷിയല്ലേ. അപ്പൊ നമ്മളിങ്ങനെ ഒരു കണ്ടന്റ് നമ്മള് ക്രിയേറ്റ് ചെയ്തെന്ന് മാത്രം. ഒരു രസകരമായ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തതുള്ളൂ. ഇത് സത്യത്തിൽ ഞങ്ങളിവിടെ ഇവിടുത്തെ ഒരു ഷെയ്ക്കിന് ആർക്കെങ്കിലും കൊടുക്കാനാണ് ഉള്ള പരിപാടിയാണ്. ഇത് കുഞ്ഞു മയിലാണ്.
ഒരു 4 കിലോ ഒരു 4 കിലോ അത്രേ ഉള്ളൂ. ഇതാ അത് ഇതിന് കൊക്കൊക്കെ ആണെങ്കിൽ നമുക്കറിയാം. ഇതിന് ചൂട്ടൊക്കെ നോക്കി എന്ത് ഭംഗി നോക്കിയേ. ഇതിന് ആരെങ്കിലും കറി വെക്കുവോ? മനുഷ്യനായിട്ടുള്ള അതെ, അത്രയ്ക്കും മോശക്കാരല്ല ഞങ്ങള്. ഇല്ലേ, ഞങ്ങളതൊരു കണ്ടന്റ്, ഒരു കോമഡി ഒരു കണ്ടന്റ് പോലെ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തത് മാത്രമേ ഉള്ളൂ. ഒരിക്കലും നമ്മളത് ചെയ്യില്ല. നമ്മുടെ ദേശീയ പക്ഷിയാണ്, ആരും ചെയ്യാനും പാടില്ല. നമ്മൾ ഏത് രാജ്യത്ത് പോയാലും നമ്മുടെ ദേശീയ പക്ഷിയായ ഈ സാധനത്തിനൊന്നും ഒരിക്കലും നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. അത് മോശമാണ്. ഒരു അടുത്ത തലമുറയ്ക്ക് കൊടുക്കുന്ന ഒരു ഇൻഫർമേഷൻ അല്ല, അത് നല്ല ഇൻഫർമേഷൻ അല്ല. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഇത് ചെയ്യില്ല. നമ്മൾ ഫസ്റ്റ് തൊട്ടേ ഇത് പ്ലാൻ ചെയ്തിട്ടാണ് ഈ സംഭവം ചെയ്തത്. കുട്ടിക്കാലത്തൊക്കെ ഇതിന്റെ പുസ്തകത്തിൽ കവിതകളുണ്ട് ഇതിനെക്കുറിച്ച്. തീർച്ചയായിട്ടും ഇതൊക്കെ ഞാനടക്കം ഇത് ബുക്കിലൊക്കെ വെച്ച് ഒരു പീലി നമുക്ക് കിട്ടൂല. അത്രയും ഒരു പീസ് കിട്ടുമ്പോൾ ഇതുകൊണ്ടിട്ട് പെറ്റോന്നൊക്കെ നോക്കുന്നത് വളർന്നോ. അല്ല, അത്രയും ഭംഗിയല്ലേ സാധനം, ഭംഗിയുള്ള സാധനമാണ്. ഒരിക്കലും ഇതിന് ആരും ഉപദ്രവിക്കരുത് കേട്ടാ. ഈ സാധനത്തിന് നമ്മുടെ നാട്ടില് ശരിക്കും പറഞ്ഞാൽ അതിൽ നമുക്കുണ്ടായ ഗുണമെന്നറിയോ, ഈ സാധനത്തിന് ഒന്ന് തൊടാൻ പറ്റിയെന്നുള്ളതാണ്. അത് നമുക്ക് ഇവിടെ വന്നാൽ ഇവിടെ പറ്റുള്ളൂ. കാരണം നമ്മുടെ നാട്ടിൽ ഇതിന് പിടിക്കാനോ ഇതിന് തൊടാനോ അങ്ങനെ ഇതിന് ഉപദ്രവിക്കാനോ ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മളിത് കാലിൽ കെട്ടിയതുപോലെ നമ്മളല്ല, അവർ കെട്ടി തന്നാണ്, പറന്നു പോകാതിരിക്കാൻ വേണ്ടിട്ട് കെട്ടി തന്നാണ്. അപ്പൊ ഇതിന് നമ്മൾ എന്തായാലും പാലസിന്റെ ഒരു സംവിധാനത്തിന്, അതെ ഒരു പാലസിന്റെ ഒരു സംവിധാനത്തിൽ നമ്മൾ കൊടുക്കാൻ വേണ്ടിട്ട് നമ്മളൊരാളിനെ ഏൽപ്പിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ പുള്ളി ഇവിടെ ഉണ്ട്, പുള്ളിയാണ് ഇവിടുത്തെ മേൽനോട്ടക്കാരൻ. അപ്പൊ പുള്ളിക്ക് നമ്മൾ കൈമാറും ഈ സാധനത്തിന്. അപ്പൊ ഒരിക്കലും ആരും അനുകരിക്കരുതെന്നല്ല, ഇവിടെ വന്ന് നിങ്ങൾക്ക് വാങ്ങി വളർത്താം. നാട്ടിൽ അനുകരിക്കരുത്, വീട്ടിൽ വളർത്താം, ഒരു പ്രശ്നമില്ല. മാനൊക്കെ നമുക്ക് വാങ്ങിക്കാം, എല്ലാം നമുക്ക് വാങ്ങിക്കാം, വളർത്താം. ഇത് കറി വെക്കാനും ഇവിടെ ഇല്ലീഗൽ അല്ല, ഇവിടെ സംബന്ധിച്ചിടത്തോളം ഇല്ലീഗൽ അല്ല. പ്രാവിനെയൊക്കെ കറി വെക്കുന്നുണ്ട്. പ്രാവിനെ കറി വെക്കുന്നത് നമ്മൾ പോയ ഓന്ത് വരെയുണ്ട്. ഓന്തിനെ കറി വെക്കും. അതെ, ഓന്തിനെ കറി. അതുപോലെ ആമ ഇങ്ങനെ തുടങ്ങിയ എല്ലാ സാധനത്തിനും നമുക്ക് ഇവിടെ അനുവദനീയമാണ്. പക്ഷെ നമ്മള് ചെയ്യുന്നത് മോശമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ പരിപാടി ഇവിടെ വെച്ച് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇതൊരു ക്രിയേറ്റ് ആയിരുന്നു, ഒരു സംഭവം നമ്മൾ ക്രിയേറ്റ് ചെയ്തായിരുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ സുഹൃത്ത്, നമ്മുടെ മലയാളി സുഹൃത്താണ്. അപ്പൊ പുള്ളി ഒരു പാലസിന്റെ ഒരു മേൽനോട്ടക്കാരനാണ്. അപ്പൊ അദ്ദേഹത്തിന് നമ്മളിത് ഏൽപ്പിക്കുകയാണ് അല്ലേ. വരെ നൗഫലിക്ക, അപ്പൊ ഇത് ഇവിടെ പിടിക്കണം കേട്ടോ, അല്ലെങ്കിൽ പറക്കും കാലില്. കാലിൽ പിടിക്കണം, ചേർത്ത് പിടിച്ചോളെ, കാലിൽ പിടിച്ചിട്ട് പറക്കും. നമ്മൾ മുമ്പും മേടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതെ, ഇവിടെ മുന്നും നമ്മള് ഈ സാധനം നമ്മളല്ല, ഇവര് നൗഫലിക്ക മയിൽ ഇത് ഭയങ്കര ഇഷ്ടമുണ്ട് ഇവർക്ക്. ഇതിന് ഇഷ്ടപ്പെടാത്ത ആളുകളില്ല എല്ലായിടത്തും. അതെ, നമ്മളിത് ഇതിന്റെ ക്രിയേറ്റിവിറ്റിന്റെ ആദ്യത്തെ വീഡിയോ ഇട്ടപ്പോ വീട്ടിലെ കൊച്ചപ്പാടമകൾ വരുന്നു ഈ സാധനത്തിന്. അത് നമ്മളൊരിക്കലും ചെയ്യില്ല കേട്ടാ. ഭംഗിയാണ് ഇതിന്റെ സൗന്ദര്യം, ഇതിന് ഭംഗിയാണ്. പിന്നെ ഇത് നമ്മുടെ ദേശീയ പക്ഷിയാണ്, ഒരിക്കലും നമ്മളതിനെ ഇത് ചെയ്യരുത്. ഇതൊക്കെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കേണ്ടതാണ്. നമ്മുടെ ഇവിടെ വന്ന് നമ്മള് ശരിക്കും ഞങ്ങളിപ്പോ ചെയ്യുന്ന പോലെ ഗിഫ്റ്റ് കൊടുക്കണം. വാങ്ങിയിട്ട് ഞങ്ങളുടെ ദേശീയ പക്ഷിനെ ഈ നാട്ടിലെ ആളുകൾക്ക് പാലസിലോ അങ്ങനെ വളർത്താൻ വേണ്ടി നമ്മൾ ഗിഫ്റ്റ് കൊടുക്കണം. അതാണ് എന്റെ ശരിയായ രീതി. അപ്പൊ എന്തായാലും നമ്മൾ കുറച്ച് ചിക്കൻ വാങ്ങിച്ചിട്ടാ ഇന്ന് കറി വെക്കണം. അപ്പൊ നമ്മുടെ നൗഫലൊക്കെ ചിക്കനെ റെഡിയാക്കി തോന്നുന്നു. അപ്പൊ അതിന് ബാക്കി വേണം നമുക്ക് ഇവിടെ വെച്ച് ചെയ്യാം. ഇവിടെ വെച്ച് ചെയ്താണ് നമ്മള് ചിക്കൻ കറിയും കൂട്ടി. അതെ, മയിലൊന്ന് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ചിക്കൻ കറിയും കൂട്ടി മയിലിന്റെ മുന്നിൽ ഇരുന്ന് കഴിക്കാം. അപ്പൊ മയിലിന് നമ്മൾ അടുത്ത് വെച്ചിട്ടാണ് നമ്മൾ ചിക്കൻ കറി കഴിക്കുക. ഇവനൊരു പേരിടണ്ടേ? പേര് പാറു. പെൺമയിൽ അല്ല, ആൺമയിലാണ്. അല്ല, എന്തിനും അതിൽ ആവശ്യമൊന്നുമില്ല, പേരൊന്നും വേണ്ട. മയിൽ, അതിന് നല്ല സുന്ദരമായ മയിൽ എന്നുള്ളൊരു പേര്, നല്ല സുന്ദരമായ പേരാണ്. അപ്പൊ ഓക്കെ, ഞാനൊരു ഉമ്മ കൊടുക്കാം. കൊടുത്തോളെ. അത് കൊത്തുന്നുള്ളതാണ് ചിലപ്പോ കിട്ടാനുള്ള പണി. വേണ്ട, അതിന് ഉപദ്രവിക്കല്ലേ, അതവിടെ ഇരിക്കട്ടെ. അത് ഓക്കെ. പുള്ളി ഇത് കൈകാര്യം ചെയ്തിട്ടുള്ള നേരത്തെ തന്നെ. ചൂട്ട കണ്ട, ചൂട്ട ഇതൊക്കെ എന്ത് ഭംഗി കണ്ട സംഭവം. അത്ര ഭംഗിയുള്ള സാധാരണ കിട്ടാറില്ല. അപ്പൊ നമുക്ക് ചിക്കൻ കറി റെഡിയാക്കിയിട്ട് ഇന്ന് നമുക്കിത് അവസാനിപ്പിക്കാം. ഈ സാധനം എന്തായാലും നിങ്ങൾ എനിക്ക് തന്നതിന് ഭദ്രമായി നിങ്ങൾ കൊടുക്കണം. നിങ്ങളുടെ ഷെയ്ക്കിന് നമുക്ക് എന്തായാലും നേരിട്ട് കൊടുക്കാൻ പറ്റും. ഷെയ്ക്കിന്റെ അടുത്ത് പോലെ നമ്മുടെ ചാനലിൽ കാണിച്ചു കൊടുക്കണം. ഇന്ന ആളാണ് തന്നതുകൊണ്ട് നമ്മുടെ ചാനലിൽ കാണിച്ചു കൊടുക്കാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കാണിച്ചു കൊടുക്കണം. അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് എന്തായാലും മീറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. ഓക്കെ, കയറും കൂടെ പിടിച്ചോ. അപ്പൊ നമ്മുടെ നൗഫലിക്ക് ഉണ്ടാക്കിയ ചിക്കൻ കറിയാണ് നമ്മളൊന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോണത്. എന്താ പറയാ, ഇവിടെ നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് നൗഫലിക്ക അപ്പുറത്ത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇപ്പുറത്ത് വീണ്ടും എടുത്ത് വെച്ചാണ്. നല്ല മണം ഉണ്ട്, നല്ല സൂപ്പർ മണം. ഇപ്പൊ നൗഫലിക്ക് ഒരു അടിപൊളി കുക്കാണ്, അതിന്റെ കളർ കണ്ടാൽ തന്നെ അറിയാം. അതെ, അപ്പൊ ഇനി നമുക്ക് ഇതാണ് നമ്മളിന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോണത്. നൗഫലിക്കാന്റെ നമ്മളെ സമ്മാനമായിട്ട് കൊടുത്ത നൗഫലിക്ക മയിലിന് കൊടുത്തപ്പോൾ നല്ല ചിക്കൻ വാങ്ങി നൗഫലിക്ക നമുക്ക് കറിയായിട്ട് വെച്ച് തന്നു. അപ്പൊ നമ്മളെ കണ്ട എന്തായാലും ആളുകൾ അല്ലേ, എന്തായാലും നമ്മൾ ഇതുവാണുള്ള പരിപാടി. അപ്പൊ ചിക്കൻ കറിയും ചോറും ആക്കാൻ അവരുടെ അങ്ങനെ വന്നതാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഇത് ഇറക്കിയിട്ട് നമുക്ക് ടേസ്റ്റ് നോക്കാം അല്ലേ. ഓക്കെ, അപ്പൊ നമ്മള് നല്ല അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കിയത് നമ്മുടെ നൗഫലിക്ക. അതാണ് നമ്മളിന്ന് രുചിച്ച് നോക്കണം. കറണ്ട് ചെറുതായിപ്പോ അല്ലേ.
കുഴപ്പമൊന്നുമില്ല, നല്ല മണട്ടാ. അപ്പൊ നമുക്ക് നമ്മുടെ നൗഫൽക്കാരുടെ കറി അങ്ങനെ ടേസ്റ്റ് നോക്കാം അല്ലേ? കഴിച്ചോളി. പൊളി. നല്ല നല്ല ഈച്ചന്റെ ഇതുണ്ടല്ലേ, ഈച്ചന്റെ കാലഘട്ടമാണ്, നിറയെ ഈച്ച. തണുപ്പല്ലേ? കുതിരയൊക്കെ ഉള്ളുണ്ട്. നമ്മുടെ കുറെ സുഹൃത്തുക്കളുണ്ട്, ഇവരൊക്കെ നമ്മുടെ ഇവിടെയുള്ള സുഹൃത്തുക്കളാണ്, നൗഷാദ് ഖാന്റെ സുഹൃത്തുക്കളാണ് കുറെ ആളുകൾ. പിന്നെ നമ്മളിവിടെ ഇതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ? ഈ സ്ഥലത്ത് നമ്മൾ കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ നൗഫൽക്കാക്ക് നമ്മുടെ മയിൽ കൊടുത്തതിന് ഇതായിട്ട് നമുക്ക് ചിക്കൻ കറി വെച്ച് തന്നു. ആ ചിക്കൻ കറി അടിപൊളി. നൗഫൽക്കാക്ക് എന്തായാലും ഒരു സ്പെഷ്യൽ താങ്ക്സ്, നന്ദി അല്ലേ? നൗഫൽക്ക് നൗഫലൊക്കെ മയിലിന്റെ താഴെ വെച്ചിട്ടില്ല. എന്തോ ഒരു പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളി സ്വന്തമായിട്ട് ഒന്ന് വാങ്ങി ഒരു ഷെയ്ക്കിന് ഗിഫ്റ്റ് കൊടുത്ത ആളാണ്. എന്നാ നല്ല ഭംഗിയാണ്, അതൊരു ഓമനത്വമാണ് ശരിക്കും അല്ലേ? അതാണ് എന്റെ സംഭവം. അപ്പൊ നമ്മള് പറഞ്ഞു അതിനെ കൊണ്ടുവച്ചിട്ട് വരും, പെട്ടെന്ന് കഴിക്കാം. അതിന് വെച്ചിട്ട് വരും, കൂട്ടിൽ വിട്ടിട്ട് വരും. കാലിന്ന് കയർ കഴിച്ച് കൂട്ടിൽ വിടി. അതെ. അപ്പൊ അങ്ങനെ സംഭവം നല്ലൊരു അടിപൊളി ചിക്കൻ കറിയുമായി നമ്മള് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ചിക്കൻ. ചിക്കന്റെ കാല ഉണ്ടോ? ചിക്കന്റെ കാലിച്ചാണ്ട് ചെറിയ കാല. ഇത് മയിലിന്റെ കാലല്ല, ചിക്കന്റെ കാലാണ്. ഇത് നാട്ടിലല്ല, ദുബായിലാണ്. അൽ ദുബായ്. അതെ, ഈ ബർദുബായ് എന്നൊക്കെ പറയാം. സംഭവം എന്തായാലും ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചില്ല അല്ലേ? ഞങ്ങൾ ഇതിന്റെ പ്രിപ്പറേഷൻ പരിപാടികൾ ഇതൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എന്തായാലും ഒരിക്കൽ കൂടി നാട്ടില് മയിലിനെ പിടിക്കുകയെ ഉപദ്രവിക്കുകയെ വീഡിയോ ചിത്രീകരിക്കുകയോ ചെയ്യുന്നതൊക്കെ ശിക്ഷാർഹമാണ്. ഒരിക്കലും ചെയ്യരുത്. അതെ, അത് ഒരിക്കലും ചെയ്യരുത്. പിന്നെ മയിൽ നമ്മുടെ ദേശീയ പക്ഷി കൂടിയാണ്, അതിന് തീർച്ചയായിട്ടും നമ്മൾ ബഹുമാനിക്കണം. ഓക്കെ, അപ്പൊ നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി ആയിരുന്നു, ഒരു വ്യത്യസ്തമായ രീതിയിൽ നമ്മളത് ക്രിയേറ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ആർക്കെങ്കിലും ഇതിൽ മനസ്സുകൊണ്ട് വിഷമം ഉണ്ടായിട്ടെങ്കിൽ ക്ഷമിക്കുക. നിങ്ങൾ ആരെയും വിഷമപ്പെടുത്താൻ വേണ്ടി നമ്മൾ പറഞ്ഞല്ല ഒരിക്കലും. അതെ, സദയം ക്ഷമിക്കുക. ആരെയും വിഷമം ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞല്ല, ഒരു ക്യൂരിയോസിറ്റി നമ്മളൊന്ന് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് മാത്രം. നമ്മൾ ദുബായിൽ വന്ന് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകണ്ടേ, അതിലൊരു ഇതായിട്ട് നമ്മൾ ഒന്ന് ക്രിയേറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും, നമ്മളോട് സഹകരിക്കുന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. ആരോടും വിഷമമൊന്നുമില്ല അല്ലേ? ആരോടും വിഷമമില്ല, സ്നേഹം മാത്രം. നമ്മളെ കൊണ്ട് തരാൻ പറ്റുന്നത് ഈ ഭൂമിയിൽ സ്നേഹം മാത്രം. ആരോടും വെറുപ്പില്ല, ഒരാളോട് നമുക്കൊരു ഇതുമില്ല. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യും വീഡിയോ ആ ചാനൽ അല്ലേ? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്യും കേട്ടാ. ഒക്കെ എല്ലാം നിങ്ങളുടെ അടുത്താണ് അല്ലേ? അപ്പോൾ ഒരിക്കൽ കൂടി ക്ഷമ ചോദിക്കുകയാണ്. ആരെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സോറി കേട്ടാ. അപ്പോൾ നമ്മൾ ഇനി ഇത് ഫുള്ളായി കഴിക്കട്ടെ. കാരണം എന്താ പറയുക, സംസാരിക്കാൻ സമയത്ത് വിശപ്പുണ്ട്. അടിപൊളി കപ്പ, സൂപ്പർ കപ്പ. നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നത്, നാട്ടിൽ നിന്ന് കപ്പല്ലേ? കപ്പയാണ് മഞ്ഞ കളറതാ സാധനം. കപ്പതാ പൊളിയില്ലേ സംഭവം? പൊളി, അടിപൊളി സാധനം. നാട്ടിലെത്തിയ സ്റ്റൈൽ വെച്ചത്, നാട്ടിലെത്തിയ ഫീലായി. അറിയോ? നിങ്ങളുടെ നൗഫൽക്കാരുടെ പാചകം എങ്ങനെയുണ്ട്? നൗഫൽക്കാരുടെ പാചകം കൂടി കാണായിരുന്നു. അപ്പൊ എന്തായാലും താങ്ക് യു നൗഫൽക്ക കേട്ടാ. അപ്പൊ ഓക്കെ, ബൈ. ഒരു അടിപൊളി വീഡിയോ മറ്റേ വീണ്ടും കാണാം.